എല്ലാവർക്കും എജു സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഓണം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചതുരത്തിനകത്ത് 2 സെൻറ്റിമീറ്റർ വീതം ആരമുള്ള 2 വൃത്തങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ 2 വൃത്തങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ ചതുരത്തിനകത്താണ് വരച്ചിരിക്കുന്നത്. നോക്കിയേ, ദ 2 സർക്കിൾസ് ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ഈച്ച് ആർ ഡ്രോൺ ഇൻ റെക്റ്റാങ്കിൾ അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആരം എന്ന് പറയും, ഇംഗ്ലീഷിൽ റേഡിയസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾ? ചതുരത്തിൻ്റെ ഉയരം എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്ന് തൊട്ട് ഉയരം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഹൈറ്റ് ഉയരമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടേക്കും എന്താണ് ആരം അല്ലേ? ഈ സർക്കിളിൻ്റെ ആരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് ഇവിടേക്കും ആരം തന്നെ അല്ലേ? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ താഴേക്ക് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ അപ്പോൾ ഉയരം നമുക്ക് കിട്ടിയല്ലോ. ഇവിടുന്ന് 2 + 2 അല്ലേ? 2 + 2 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഉയരം എന്ന് പറയുന്നത് എന്താണ്? 2 + 2 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് കിട്ടി. ഇത് ഉയരം, ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ? ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ലെങ്ത് ആണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 2 ആണെങ്കിൽ ഇവിടെയും 2 ആണ്, അതുപോലെ ഇവിടേക്കും 2 ആണ്. ആരത്തിൻ്റെ റേഡിയസിൻ്റെ അവിടെ ഇവിടെ നിന്നും 2 ആണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത്. എന്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഓക്കെ, ഇനി അടുത്തത്, ചിത്രത്തിലെ ചതുരത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ABCD ഇതിലേതാണ് ആൻസർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് വായിക്കാം. വൃത്തത്തിൻ്റെ ആരവും ചതുരത്തിൻ്റെ നീളവും തുല്യമാണ്. ഇവിടെ വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞ റേഡിയസിൽ 6, റേഡിയസ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത്തും തമ്മിൽ ലെങ്ത്തും തുല്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് ശരിയാണോ നോക്കാം. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത്ത്. ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ അല്ലേ നീളം? അത് രണ്ടും ഈക്വലാണോ? അല്ല, തെറ്റാണ് അല്ലേ? 2ഉം 8ഉം ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത്, ചതുരത്തിൻ്റെ നീളവും അപ്പോൾ ആദ്യത്തിന് എന്താണ് പറയുന്നത്? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ അല്ല എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ഓഫ് ഇറ്റ് സൈഡ്സ്. ലെങ്ത് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ നീളം എത്രയാണ്? ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഉയരത്തിൻ്റെ ഇരട്ടിയാണ്. ഹൈറ്റിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഹൈറ്റിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഉയരം എന്ന് പറയുന്നത് 4 ആണ്, നമുക്കറിയാം. 4ൻ്റെ കൂടെ 2 കൂട്ടി എത്ര കിട്ടും? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് രണ്ടും ശരിയാണ് അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ നീളം ഉയരത്തിൻ്റെ ഇരട്ടിയാണ്. നോക്കിയേ, ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ട്വൈസ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മടങ്ങ്, ഹൈറ്റിൻ്റെ മടങ്ങ്. അപ്പോൾ 4ൻ്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ആൻസർ ഇത് ശരിയാണ്. ഇനി ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. ഹൈറ്റ് ഓഫ് ദ ചതുരത്തിൻ്റെ ഉയരം, ഹൈറ്റ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് ആരത്തിന് തുല്യമാണ്. ആരത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ആരം എന്ന് പറയുന്നത് എത്ര? 2 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഇത് രണ്ടും തുല്യമാണോ? അല്ല, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ചതുരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു റേഡിയസ്. ഹൈറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 4 ടൈം ഓഫ് ദ റേഡിയസ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ
നീളത്തിൻ്റെ 4 മടങ്ങാണ്. റേഡിയസിൻ്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ റേഡിയസിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. 2 × 4 8 എന്ന് കിട്ടും. അതിന് 4 മടങ്ങാണ് ചതുരത്തിൻ്റെ നീളം. നീളം നമുക്കറിയാം, ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? റേഡിയസിൻ്റെ 4 മടങ്ങാണ് എന്താ? ചതുരത്തിൻ്റെ നീളം. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇത്ര 2ഉം 4ഉം ശരിയാണെന്ന് കിട്ടി. 2ഉം 4ഉം ശരിയാണ് അല്ലെ? 2ഉം 4ഉം ശരിയാണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ആൻസർ നോക്കിയേ. ഇതിൽ 1ഉം 3ഉം ശരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. 1ഉം 3ഉം ആണോ? ശരിയല്ല. 1ഉം 3ഉമാണ് തെറ്റുള്ളത്. ഇനി 1ഉം 4ഉം ആണോ ശരി? 1 തെറ്റായതുകൊണ്ട് ഇതും തെറ്റാണ്. ഇനി 3ഉം 4ഉം ആണോ ശരി? 3ഉം 4ഉം അല്ല. പിന്നെ ഏതാണ് ശരി? 2ഉം 4ഉം ആണ് ശരി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2ഉം 4ഉമാണ് ശരി ആയിട്ടുള്ള ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളൂ. നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇതൊന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ്? 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, ഇനി മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കുക. നമുക്ക് മട്ടത്രികോണം നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ? ആ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 സെൻറ്റിമീറ്റർ, എല്ലാവരും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദ ട്രയാങ്കിൾ യൂസിങ് ദ കോർണേഴ്സ് ഓഫ് ദ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇത് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗിവൻ ആർ ദ പോപ്പുലേഷൻ ഓഫ് സം ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇവിടെ പോപ്പുലേഷൻസ്, ഓരോ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതൽ സംസ്ഥാനം. അപ്പോൾ ഇതിൽ ജനസംഖ്യ ഒറ്റ 10 നോക്കിയേ. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, അങ്ങനെ നമുക്ക് എണ്ണാൻ അറിയാം അല്ലേ? അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പറുള്ളത് ഏതിനാണ്? ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്പർ നോക്കിയാൽ അല്ലേ? 1 2 3 4 5 6 7 8 9 അല്ലേ? അപ്പോൾ ഉത്തർപ്രദേശാണ് ആൻസർ അല്ലേ? ആദ്യത്തെ ആൻസർ എന്താണ്? ഉത്തർപ്രദേശാണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? UP എന്ന് എഴുതാം. ഉത്തർപ്രദേശാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ നിയർ ഓഫ് 7 മില്യൺ? 7 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 ലക്ഷമാണ്. 70 ലക്ഷത്തിന് അടുത്ത് ഏതാണെന്ന് നോക്കി. ഒറ്റ 10 100 എന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടും ഹിമാചൽ പ്രദേശ് അല്ലേ? ഹിമാചൽ പ്രദേശാണ്. കണ്ടോ? 68,56,509. ഒറ്റ 10 100 വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഹിമാചൽ പ്രദേശാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഹിമാചൽ. ആൻസർ ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം. 1 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലക്ഷമാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 1 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ലക്ഷം എന്നാണ് അർത്ഥം അല്ലേ? 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷത്തിനേക്കാളും കുറവ് ഏതാണ്? ഇവിടെ നോക്കി നോക്ക്, സിക്കിമാണ് അല്ലേ? കണ്ട, ഒറ്റ 10 100 1000 10000 6 ലക്ഷം. ഇവിടെ 6 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? 10 ലക്ഷത്തിനേക്കാളും കുറവ് ഏതാണ്? സിക്കിമാണ്. അപ്പോൾ ആൻസർ എന്താണ്? സിക്കിമാണ്. ഓക്കെ, സിക്കിമാണ് ആൻസർ. ഇവിടെ ഇംഗ്ലീഷിൽ എന്താണ് നമ്മൾ വായിക്കുക? എങ്ങനെയാണ് വായിക്കുന്നത്? സിക്കിം. ചോദ്യം എന്താ? ഇംഗ്ലീഷിൻ്റെ ചോദ്യം കാണുന്നില്ലല്ലോ. വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ ലെസ് ദാൻ 1 മില്യൺ? 1 മില്യനേക്കാളും കുറവ് ഏതാണ്? സിക്കിമാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ സം ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ് ഈസ് ബിറ്റ്വീൻ 20 and 21 lakh? 20 രണ്ട് പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ, 2 സ്റ്റേറ്റിൻ്റെയും പോപ്പുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 20 21 ലക്ഷത്തിൻ്റെ ഇടയിൽ വരുന്ന ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ആർ ദോ സ്റ്റേറ്റ്? ഏതൊക്കെയാണ് ആ സ്റ്റേറ്റുകൾ എന്ന്. അപ്പോൾ ഇത് 2 എണ്ണം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 20ൻ്റെയും 21 ലക്ഷത്തിൻ്റെയും ഇടയിൽ കിട്ടണം. അതേതാണ്? അപ്പോൾ നമുക്ക് ഗോവയിൽ നോക്കി. ഗോവയിൽ എത്രയുണ്ട് നോക്കാം. അത് ഗോവയിൽ എത്രയാണ്? 40 lakhs ഉണ്ട്. അതുപോലെ സിക്കിമിന് 6 lakhs ഉണ്ട്. അപ്പോൾ 40 lakhs 523 ഇത് കൂട്ടിയിട്ട് എത്രൻ്റെ കൂടെ കൂട്ടണം? സിക്കിമിൻ്റെ കൂടെ കൂട്ടി നോക്കാം. 8 8 6 7 0 6 ഇത് കൂട്ടി നോക്കി. ഇത് 6 ലക്ഷമുള്ളൂ. ഇത് 14 ലക്ഷം ഉണ്ട് അല്ലേ? നമുക്ക് 11 4 5 1
അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20,65,411 എന്ന് കിട്ടും. 20,65,411 കിട്ടും. അപ്പോൾ എന്തൊക്കെ കൂട്ടിയപ്പോഴാണ് നമുക്ക് കിട്ടിയത്? സിക്കിമും അതുപോലെ ഗോവ കൂട്ടിയപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 21 ലക്ഷത്തിൻ്റെ ഇടയിലുള്ളത് ഏതാണ്? സിക്കിമും അതുപോലെ ഗോവ. സിക്കിമും ഗോവ എന്ന ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിക്കിമും ആൻഡ് ഗോവ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. ഇനി പട്ടികയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 3 സംസ്ഥാനങ്ങളെ ചെറുതിൽ നിന്ന് വലുതേക്ക് ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഇവിടെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഏതാണ്? സിക്കിമാണ്. അല്ല 6 ലക്ഷമുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് സിക്കിം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 3 സംസ്ഥാനങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ ചെറുതിൽ നിന്ന് പറയുമ്പോൾ ഏറ്റവും കുറവുള്ളത് സിക്കിമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുക, ഇവിടെ ഉള്ളത് ഹിമാചൽ പ്രദേശാണ്. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിനല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇനി എ ബി ഡി ആണ് നമുക്ക് നോക്കേണ്ടത്. സിക്കിം കഴിഞ്ഞിട്ട് ഗോവ. നോക്കിയേ 6 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? ഗോവയാണ് അല്ലേ. 14 ലക്ഷമാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഗോവയായിരിക്കും. ഹിമാചൽ പ്രദേശ് അല്ല. ഹിമാചൽ പ്രദേശിന് എത്രയുണ്ട്? 68 ലക്ഷത്തിലുണ്ട്. അപ്പം നമുക്ക് സിക്കിം കഴിഞ്ഞ ഏതാണ്? ഗോവയാണ് അല്ലേ. അപ്പോൾ എ ഓപ്ഷനും തെറ്റാണെന്ന് മനസ്സിലായി. ഇവിടെ ഇനി സിക്കിമും ഗോവയുണ്ട്. ഇനി ഹിമാചൽ പ്രദേശാണോ ഉത്തരാഖണ്ഡ് ആണെന്നോ മാത്രം നോക്കി. ഉത്തരാഖണ്ഡിൽ നോക്കി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുതലുള്ളത് ഉത്തരാഖണ്ഡിലാണ് ഹിമാചൽ പ്രദേശിനേക്കാളും കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ 3-ാം സ്ഥാനത്ത് ആരാ വരിക? ഹിമാചൽ പ്രദേശാണ് തരിക. ഇവിടെ തന്നതിൽ വെച്ച് 3-ാം സ്ഥാനം ഹിമാചൽ പ്രദേശിനാണ്. ഉത്തരാഖണ്ഡിന് കൂടുതലാണ്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ഓക്കെ, സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശാണ് ആൻസർ ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഈ ഓപ്ഷൻസ് തന്ന 5 മാർക്ക് നമുക്ക് ABCD 5 മാർക്ക് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടാവുന്നുള്ളൂ. നമുക്കൊന്ന് വായിച്ച് നോക്കണം, നന്നായി വായിച്ച് നോക്കണം. ഈ ഒറ്റ 10, 100 എഴുതാൻ നമുക്ക് അറിയണം. അപ്പോൾ ഇതിൽ വിച്ച് ഓഫ് ദ 3 സ്റ്റേറ്റ്സ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുറവിൽ നിന്ന് കൂടുതലേക്കുള്ളത് എഴുതാൻ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ബിലോ 5,000? 5,000 കുറവായിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 5000-ൽ താഴെ എത്ര നാലക്ക സംഖ്യകളുണ്ടെന്നാണ് അപ്പോൾ നമുക്കറിയാം 5,000 അല്ലേ. 4 ഡിജിറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം? 1000 തൊട്ടാണ് 4 ഡിജിറ്റ്. 1000 തൊട്ടാണ് നമ്മുടെ 4 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1000 തൊട്ട് എവിടെ വരെ? 5000-ൽ താഴെ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചാൽ 1000 തൊട്ട് 4999 വരെ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ.